ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാത്രിയാർക്കീസ് ബാവയും നിയുക്ത കാതോലിക്കയും സഹകാർമ്മികരും പള്ളിയിലേക്ക് എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും ഒടുവിലായി പാത്രിയാർക്കീസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയും നിയുക്ത കാതോലിക്ക ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയും ആണുള്ളത്. അതിന് മുൻപിലായി സഹകാർമ്മികരായിട്ടുള്ള മെത്രാപ്പോലിത്തമാരാണുള്ളത്. ആസിഫ്, നമുക്ക് വിശദമായി ചടങ്ങിന്റെ വിശദാംശങ്ങളിലേക്കും അതിന്റെ ആരാധനാ രീതികളിലേക്കും അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ഉൾപ്പെടെ അറിയണം. നമുക്കൊപ്പം ഫാദർ ജോസ് പരത്തുവയലിനാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ഫാദർ ജോസ് പരത്തുവയലിൽ, ഗുഡ് ഈവനിങ് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. താങ്കളെ സംബന്ധിച്ച്, താങ്കളുടെ സഭയെ സംബന്ധിച്ച്, ലക്ഷക്കണക്കിന് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായ പ്രാർത്ഥനാ നിർഭരമായ ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തം. ഒരു യാക്കോബായ സഭ വിശ്വാസി എന്ന നിലയിൽ താങ്കളിൽ ഉണ്ടാക്കുന്ന വികാരം എന്താണ്? തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു വലിയ അനുഗ്രഹീതമായ ധന്യമുഹൂർത്തത്തിന് ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ സുറിയാനി സഭയുടെ മക്കളും ഇപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക്, മലങ്കര സഭയ്ക്ക് പരിശുദ്ധ പാത്രികീസ് ബാവ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ വാഴിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു മണിക്കൂറുകൾക്ക് അത് കാണുന്നതിന് ഭാഗ്യം ലഭിച്ചതിൽ ഞങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് ഈ നാളുകളിൽ കടന്നു പോകുന്നതെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പുതിയ ഇടയൻ ഈ നാളുകളിൽ പരിശുദ്ധ പാത്രികീസ് ബാവ വാഴിച്ച് ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഞങ്ങൾ ധന്യരായി തീർന്നു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു ചരിത്രത്തിൻ്റെ ഒരു സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട മണിക്കൂറുകളാണ്. ഒത്തിരി സന്തോഷം ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. ഫാദർ, അതുപോലെ നമുക്ക് ആ ചടങ്ങുകളെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. ആ ഒരു വാഴിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലോ. ആ ചടങ്ങുകൾ എങ്ങനെയാണ് നടക്കുക, അത് ഏത് ഘട്ടത്തിലാണ്, ആ കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ലെബനോനിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയെ തുടർന്ന് 2 മണിക്കൂറോളം ദീർഘിച്ച ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. അവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങെന്ന് പറയുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക് വിധേയത്വം പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടും പരിശുദ്ധ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോടും വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പുതുതായി വാഴിക്കപ്പെടുന്ന ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക് നൽകുന്ന വലിയ വിധേയത്വത്തിൻ്റെ ഉടമ്പടി ഒപ്പുവെക്കുന്ന വലിയ അനുഗ്രഹീത ധന്യ മുഹൂർത്തമാണ്. വിവിധ പ്രാർത്ഥനാ രീതികളുടെ മധ്യത്തിൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങുകൾക്കിടയിൽ വിശുദ്ധ കുർബാനയോടുകൂടി തുടങ്ങി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാമുഖരീതമായ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് അവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ശൽമോശ അല്ലെ, ഉടമ്പടി അല്ലേ, ഞാൻ അതിൻ്റെ ഒരു വാക്കുകൾ നോക്കായിരുന്നു. ശൽമോശ ഉടമ്പടി പാത്രിയാർക്കീസ് സ്വീകരിച്ച് തിരികെ അധികാരപത്രം കൈമാറും, അതെ. ഓക്കെ ഫാദർ, ഒരു നിമിഷം. ഇപ്പോൾ പാത്രിയാർക്കീസ് ബാവ സംസാരിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. For the abundant blessings that continually overflow upon us. Today the Lord has gathered us on this solemn spiritual occasion to celebrate the consecration and installation of our brother Mar Gregorios Joseph as the new Mafriono Catholicos of our Syriac Orthodox Church in India. We give thanks to the Lord who continues to guide his church with wisdom and love, granting us faithful shepherds who carry the torch of faith from generation to generation. This moment, we would like to welcome all of you with special welcome to the representative of the President of the Republic of Lebanon, His Excellency Mr. Joseph Aoun,
who graciously delegated His Excellency Deputy Ibrahim Kanaan to be with us. We would like to thank the President and Mr. Kanaan for being with us today. This gesture reflects the President's deep commitment to the spiritual values of this country and his steadfast support for every noble initiative in our beloved country, Lebanon. We also like to welcome the special delegation that came from Delhi representing the government of India. We thank His Excellency the Prime Minister of India, Mr. Narendra Modi, for his gracious letter, which is going to be read later, and for delegating an official delegation to be with us today. Mr. the delegation and former Minister of State for Electronics and Information Technology and Tourism, and the former Minister of State for Foreign Affairs, who is a friend to us, who visits us even in Damascus. We are happy to have you, sir, with us. India, a country of great history and civilization, although made of several peoples, races, languages, castes, but come together in unity under the Indian flag, and especially united in the Indian spirit of tolerance, which we know firsthand through our people who have been in India for centuries and centuries since the beginning of Christianity, freely practicing and cooperating with all Indian people for the benefit and the growth of India. We likewise extend our thanks and appreciation to the Chief Minister of Kerala, one of the great states of India. A state known for its rate of literacy. Almost 100% of the people of Kerala read and write and learn. His Excellency Mr. Pinarayi Vijayan, the Chief Minister, who is no stranger to us, whom we met several times and who holds special place in his heart for our people, as he does for the entire people of Kerala, is today represented here by a large delegation headed by His Excellency Mr. Rajiv, Minister of Law of the state of Kerala, and 6 MLAs, members of the Assembly of Kerala. We are grateful to you for being with us today. We are tremendously blessed and happy to have our brothers in Christ, the heads of the churches in Lebanon, joining us today for this special occasion. His Beatitude and Eminence, Cardinal Mar Bshara Butros Rai of our sister Maronite Church, His Holiness Catholicos Aram I of the great House of Sicilia, Sister Oriental Orthodox Church. Your presence means a lot, Your Holiness. Thank you. And His Beatitude,
dear brother Patriarch John X of the Greek Orthodox Patriarchate of Antioch and all the East. Together, we witness this suffering of our people in Syria, and we work together alongside the other churches for the benefit of the Syrian people in general. His Beatitude Sayyidina Ignatius Joseph Yunan of the Syriac Catholic Patriarchate of Antioch and all the East. You always see us together for our different occasions because we do truly represent the Syriac Orthodox Church of Antioch in its both branches. We are happy to have you with us. His Beatitude, His Holiness Mar Awa III, another Syriac tradition church that kept the Syriac tradition, although this time the Eastern tradition of the church for centuries. Your presence with us is a testimony to the unity of the tradition and the language that we share, and also a sign of our eagerness to be together and to reach the fullness of our communion, hopefully one day. Your Beatitude and Eminence, Cardinal Morbaselios Klimis of the Syro-Malankara Catholic Church, who came specially from India to be with us today. He has been a great supporter of our people in India. He's not only an heir to the Syriac Christianity, but he is in fact an active member of the Syriac Church in its different branches, who is working towards the unity of the Church. We are tremendously happy and grateful for your presence with us, Your Beatitude. Your Beatitude, Patriarch Raphael Minassian of the Armenian Catholic Church. We are grateful for your presence and your friendship always. We are happy you are with us. Another Syrian church from India, which is probably not known to many of us here, and this is the Mar Thoma Syrian Church of India. His Grace, Bishop Morgevargis Barnabas, the suffragan Metropolitan of the Church, is with us representing the head of the Church and the entire Church, who came specially for India to be with us. We are grateful for your grace. Thank you for coming. We are happy also to have with us the representative of His Holiness Pope Francis of the Roman Catholic Church, the Papal Nuncio to Lebanon, His Excellency Paolo Borgia. Thank you for being with us, and kindly convey our prayers to His Holiness the Pope for his good health. His Eminence Archbishop Antonius of Jerusalem and the Near East is here representing another sister church, the Coptic Orthodox Church, and representing in particular His Holiness Pope Tawadros II. Sayyidina, thank you for being with us. We appreciate your presence. And finally, His Eminence Archbishop Armash Nalbandian, representing yet another sister Oriental Church, the Armenian Apostolic Church, the Armenian Apostolic Church of Echmiadzin,
and representing in particularly His Holiness, dear brother, Syriac Orthodox Church of Antioch. ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഫ്രേം ദിദിയൻ പാത്രിയാർക്കീസ് ഭാവയാണ് ബെയ്റൂട്ടിലെ അച്ചാനയിലുള്ള സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് സംസാരിക്കുന്നത്. അവിടെ എത്തിയ വിശിഷ്ട അതിഥികളെ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയാണ് പാത്രിയാർക്കീസ് ബാവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസിഫ്, വളരെ ദീർഘമായ ചടങ്ങുകളാണ്, 2 മണിക്കൂർ നീളുന്ന ചടങ്ങുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് വേഗത്തിൽ പറയാം. തീർച്ചയായും 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. അപ്പോൾ ആ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാം. അതായത് പരിശുദ്ധ പാത്രിയാർക്കീസിനും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള ഭക്തിയും ബഹുമാനവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉടമ്പടി പ്രതിജ്ഞ. അതിന് ശൽമോശ എന്നാണ് പറയുന്നത്. സിറിയൻ വാക്കായിരിക്കും സ്വാഭാവികമായും. അത് കഴിഞ്ഞിട്ട് അത് സ്വാഭാവികമായും പാത്രിയാർക്കീസ് അത് സ്വീകരിക്കുന്നു. അത് എന്നിട്ട് അധികാരപത്രം കൈമാറുകയാണ്. സുസ്താത്തിക്കോൻ എന്നാണെന്ന് പറയുക. അതും സിറിയൻ വാക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മറ്റു ചടങ്ങുകളിലേക്ക് മടങ്ങുക. അതിൽ മദ്ബഹായിൽ ഭക്തജനങ്ങൾക്ക് അഭിമുഖമായി പീഠത്തിലിരുത്തിയതിനു ശേഷം ശ്രേഷ്ഠ കാത്തോലിക്ക മെത്രാപ്പൊലിത്തമാർ ചേർന്ന് ഉയർത്തും. അതിനുശേഷം ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയസ് ജോസഫ് പ്രഥമൻ യോഗ്യനും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് മുഖ്യ കാർമ്മികൻ പ്രഖ്യാപിക്കും. അതെ. തുടർന്ന് അവൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സിറിയനിൽ ഓക്സിയോസ് എന്ന വാക്ക് മലയാളത്തിൽ അവൻ യോഗ്യൻ എന്നാണ് പറയുന്നത്. അത് പാത്രിയാർക്കീസ് ബാവ അത് പറയും. മറ്റ് സഹകാർമ്മികരായിട്ടുള്ള മെത്രാപ്പോലിത്തമാർ കാതോലിക്ക ബാവയെ മുഖ്യ പീഠത്തിൽ ഇരുത്തിക്കൊണ്ട് 3 തവണ ഉയർത്തി ഓക്സിയോസ് എന്ന് പറയുകയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷമാണ് പിന്നെ സ്ഥാനചിഹ്നങ്ങളായ 3 മാലയും അംശവടിയും കൈമാറുക. എനിക്ക് തോന്നുന്നു ഫാദർ ജോസ് പരുത്തിവേൽ നമ്മളോടൊപ്പം, അദ്ദേഹം കുറച്ചുകൂടി വിശദമായിട്ട് പറയാനും കാര്യങ്ങൾക്കും പറ്റും. ഓക്കെ, നമുക്ക് ഫാദർ ജോസ് പരുത്തിവയലിലേക്ക് തന്നെ പോകാം. ഫാദർ ജോസ് പരുത്തിവയൽ, താങ്കൾ പാത്രിയാർക്കീസ് ബാവ പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അദ്ദേഹം വിശദമായി അവിടെ എത്തി ആളുകൾക്കെല്ലാം നന്ദി പറയുകയും ഈ ചടങ്ങിന്റെ പ്രാധാന്യത്തെ പറ്റി എല്ലാം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മഫ്രിയാനോ എന്ന പദവിയാണല്ലോ കാതോലിക്കോസ് എന്നതുകൊണ്ട് അന്ത്യോക്യ സിംഹാസനം കൽപ്പിച്ച് നൽകുന്നത്. ഈ പദവിയുടെ ചരിത്രം മുതലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പല കാലഘട്ടങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ളതാണ്. സഭാവിശ്വാസികൾക്കൊപ്പം തന്നെ, പ്രത്യേകിച്ച് ഈ സഭാ തർക്കങ്ങളൊക്കെ നടന്ന സമയത്ത് അത് കോടതി വിധികളായും പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം വന്നിട്ടുള്ളതാണോ? അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ മഫ്രിയാനോ എന്ന് പറയുന്ന പദവി സഭാവിശ്വാസികളെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അതിലേക്ക് ജോസഫ് മാർ ഗ്രിഗോറിയോസ് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ, അദ്ദേഹത്തിന് കടന്നു പോകാനുള്ള പാതകൾ എത്രത്തോളം കഠിനമായിരിക്കും? The rank of Mafriano or Catholicos, തീർച്ചയായിട്ടും പറയാം, തുടരാം. among the most exalted ecclesiastical. തീർച്ചയായും ഇന്ത്യയുടെ മഫ്രിയാനോ എന്ന നിലയിൽ, കാതോലിക്ക ബാവ എന്ന നിലയിൽ വാഴിക്കപ്പെടുമ്പോൾ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ എല്ലാം ഈ കാലഘട്ടങ്ങളിൽ മാറി വരുന്നത് എന്നുള്ളതിൻ്റെ ദൈവനിശ്ചയമായിട്ടാണ് ഈ കാതോലിക്ക ബാവ സ്ഥാനത്തേക്ക് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉയർത്തപ്പെട്ടു എന്ന് ദൈവജനം മുഴുവൻ, വിശ്വാസികൾ മുഴുവൻ വിശ്വസിക്കുകയാണ്. കാരണം ഇതുപോലെ പ്രതിസന്ധികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ബെയ്റൂട്ടിലെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ഇപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇതൊരു ദൈവനിയോഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിന് അറിയാം, യാക്കോബായ സുറിയാനി സഭയിലെ ആളുകൾ ഒത്തിരി പീഡനങ്ങൾ സഹിച്ചാണ് ഈ വിശ്വാസത്തിൽ ഇവിടെ നിലനിന്നിരുന്നത്. പണ്ടുകാലത്തും പുരാതന നൂറ്റാണ്ടുകളായി യാക്കോബായ സുറിയാനി സഭയിലെ ആളുകൾ അന്ത്യോക്യൻ വിശ്വാസം പിന്തുടരുന്നതിന് വേണ്ടി നിലനിന്നപ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി പല സമയത്തായിട്ട് ഇതുപോലെയുള്ള മഫ്രിയാനോമാർ ഇന്ത്യയിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാതോലിക്കായാണ് കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവ. എൽദോമാർ ബസേലിയോസ് ബാവയുടെ വരവോടുകൂടി സത്യവിശ്വാസികളായ ദൈവമക്കൾക്ക് ഒത്തിരി ഉത്സാഹവും ഒത്തിരി അനുഗ്രഹവും കിട്ടി എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ സ്ഥാനത്തേക്ക്
ഇന്ന് ഉയർത്തപ്പെടുമ്പോൾ, സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ ഓക്സിയോസ് ചൊല്ലി അദ്ദേഹം ഈ പദവിക്ക് യോഗ്യനാണെന്ന് പരിശുദ്ധ പാത്രീസ് ബാവ പ്രഖ്യാപിക്കുന്നത് വഴി യാക്കോബായ സഭയ്ക്ക് പുതിയൊരു ചരിത്രം ഇവിടെ എഴുതപ്പെടുകയാണ്. ഏതെല്ലാം വെല്ലുവിളികൾ ഉണ്ടായാലും ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന ഒരു സഭയാണെന്ന് ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരും മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ സഭയുടെ ചരിത്ര നിയോഗം ഇപ്പോൾ ഈ സമയങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് ഒരു നല്ല പ്രതീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പിന്തുടർച്ചക്കാരനായിട്ടുള്ള ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സഭയെ ലക്ഷ്യസ്ഥാനത്തേക്ക്, സത്യവിശ്വാസികളായ ദൈവമക്കളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുവാൻ കഴിയുമെന്ന് ദൈവമക്കൾ പൂർണ്ണമായും ആ തിരുമേനിയിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ഫാദർ ജോസ്, അതുമാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഈ ചടങ്ങുകൾ തത്സമയം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെയുള്ള പിതാക്കന്മാരെ എല്ലാം തന്നെ നോക്കൂ. അവിടെ പല സഭകളുടെ സഹോദരി, ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ സഹോദരി സഭകൾ മാത്രമല്ല, അതായത് ഓറിയന്റൽ ഓർത്തഡോക്സ് വിശ്വാസത്തിലാണല്ലോ യാക്കോബായ സഭ അടങ്ങുന്ന ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭ വരുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ മാത്രമല്ല, കത്തോലിക്ക സഭയിൽ നിന്ന്, മറ്റ് സഭാ വിഭാഗങ്ങളിൽ നിന്ന്, എല്ലാ റീത്തുകളിൽ ഭാഗമായിട്ടുള്ള സഭാ നേതാക്കളും അല്ലെങ്കിൽ സഭാ തലവന്മാരും അവരുടെ പ്രതിനിധികളും അവിടെ എത്തിയിരിക്കുകയാണ്. കത്തോലിക്ക സഭയിൽ പോപ്പ് ഫ്രാൻസിസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിനിധി, ലെബനോനിലുള്ള പ്രതിനിധി അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള പല സഭകളുടെ പ്രതിനിധികൾ, മാർത്തോമാ സഭയുടെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാതോലിക്ക ബാവ തന്നെ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു എക്യൂമെനിക്കൽ സംഗമ വേദിയായി തന്നെ മാറുകയാണ് യഥാർത്ഥത്തിൽ ലെബനോനിലെ ക്രിസ്തീയ സഭകൾക്കിടയിലുള്ള സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ്, സമാധാനത്തിൻ്റെ സന്ദേശം കൂടിയാണ് ഈ ചടങ്ങുകൾ എന്ന് തന്നെ പറയാമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പുണ്യഭൂമിയായിട്ട് ലെബനോനിലെ സെൻറ് മേരീസ് കത്തീഡ്രൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം പൊതുസമൂഹത്തെ അംഗീകാരമുള്ളത് കൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അവർ പ്രതിനിധികളെ അയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രാതിനിധ്യം ഇപ്പോൾ ലെബനോനിലെ സെൻറ് മേരീസ് കത്തീഡ്രലിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് പരിശുദ്ധ പത്രോസ് ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ വളരെ പൗരാണികമായിട്ടുള്ള ചരിത്രം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്ന് എല്ലാ സഹോദരി സഭകളും ഇപ്പോൾ ഇന്ത്യയുടെ മഫ്രിയാനെ വാഴിക്കുന്ന ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വാർത്തകൾ പ്രചരിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അത് അറിഞ്ഞോ അറിയാതെയോ സത്യം ആളുകളെ മറച്ചു വെച്ചതുകൊണ്ട് പൊതുസമൂഹത്തിന് അത് മനസ്സിലായില്ല. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ സത്യം ഒരിക്കൽ അത് വെളിച്ചത്ത് വരും, അത് രഹസ്യത്തിലല്ല, അത് വെളിച്ചത്ത് വരുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ 2025 മാർച്ച് 25-ാം തീയതി ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളിൻ്റെ ദിവസമായ ഇന്ന് സത്യം ഒരിക്കൽ കൂടെ ലോകത്ത് പ്രഘോഷിക്കപ്പെടുകയാണ്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ പരിശുദ്ധനായ പത്രോസ് ലീഹ സിംഹാസനം സ്ഥാപിച്ചു എന്നും ഇപ്പോഴത്തെ പാത്രികീസ് ബാവ അതിൻ്റെ ഭരണാധികാരിയായി തുടരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ കീഴ്സ്ഥാനിയായി ഇന്ത്യയുടെ മഫ്രിയാനോ ഇപ്പോൾ വാഴിക്കപ്പെടുകയാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പം എനിക്ക് ആ പ്രാർത്ഥനാ ചടങ്ങുകളെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക്, മൊത്തത്തിൽ കാണുന്ന ആളുകൾക്ക് അത് കുറച്ചും കൂടെ വ്യക്തമാകും തോന്നുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉടമ്പടി അംഗീകരിക്കലും പിന്നെ അത് കൈമാറലും, ആ ഒരു ചടങ്ങുകളെ കുറിച്ചൊന്ന് പറയുവാണെങ്കിലേ കുറച്ചുകൂടി ആളുകൾക്ക് അത് വ്യക്തമാകും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് വളരെ ഭക്തി നിർഭരമായിട്ടുള്ള 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘനേരമുള്ള ഒരു ശുശ്രൂഷകളാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ ഈ മഫ്രിയാനോ വാഴിക്കൽ എന്ന് പറയുന്ന ചടങ്ങ്. നമുക്കറിയാം, ഈ ചടങ്ങിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വിശുദ്ധ കുർബാനയോടുകൂടി ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ആ ചടങ്ങ് നടക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് എക്കാലവും കൂറും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ പാത്രീസ് ബാവായുടെ ഒപ്പം നിൽക്കാമെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ആ സൽമൂസ, ഒരു ഉടമ്പടി പത്രം കൈമാറുന്ന ഒരു ചടങ്ങാണ് അല്പസമയത്തിനുള്ളിൽ ലെബനോനിലെ സെൻറ് മേരീസ് കത്തീഡ്രലിൽ നടക്കാൻ പോകുന്നത്. എക്കാലവും
കാതോലിക്ക ബാവ നമ്മുടെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് പൂർണ്ണമായി വിധേയത്വവും കൂറും പുലർത്തിയാണ് പോയിട്ടുള്ളത്. അത് ഒരിക്കൽ കൂടെ ഇന്നിപ്പോൾ വാഴിക്കപ്പെടുന്ന ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് വിധേയം പ്രഖ്യാപിച്ചിട്ടുള്ള സൽമൂസയുടെ ആ രേഖകൾ ഇന്ന് പരസ്പരം കൈമാറും. അതോടൊപ്പം തന്നെ പരിശുദ്ധ പാത്രീസ് ബാവ മഫ്രിയാനോയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അധികാര അവകാശങ്ങളും കൃത്യമായി നിർവചിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും അവിടെ പ്രഖ്യാപിക്കപ്പെടും. അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ കാലാകാലങ്ങളായി തുടരുന്ന കാര്യങ്ങൾ എങ്ങനെ അത് കൃത്യമായി മുമ്പോട്ട് പോകുന്നുള്ള നിർവചനങ്ങളെല്ലാം പരിശുദ്ധ പാത്രീസ് ബാവ അവിടെ കൃത്യമായി അവിടെ പറയും. അതിൻ്റെ എല്ലാം അംഗീകാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സ്ഥാത്തിക്കോൻ ഈ അവിടെ കൈമാറുന്ന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാമുഖരിതമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒത്തിരി പ്രാർത്ഥനകളും ഇതോടൊപ്പം തന്നെ ഈ 2 മണിക്കൂറുള്ള ചടങ്ങുകളിൽ അവിടെ നടക്കുന്നുണ്ട്. ഫാദർ ജോസ് പരുത്തിവയൽ, ഇപ്പോൾ ഈ സുന്ത്രോണീസോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷയുണ്ടല്ലോ, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു ശുശ്രൂഷയാണല്ലോ. അന്ത്യോക്യൻ സിംഹാസനത്തോട് അദ്ദേഹം വിധേയത്വം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമുള്ള ശുശ്രൂഷകൾ ഏറ്റവും ഒടുവിലായി സുന്ത്രോണീസോ ശുശ്രൂഷ ഓക്സിയോസ് ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തെ മേൽപ്പട്ടക്കാരെല്ലാം എടുത്തുയർത്തുന്ന ആ ചടങ്ങിനെ ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഓക്സിയോസ് ചെല്ലുമ്പോൾ ഇവൻ യോഗ്യൻ എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗത്തിലൂടി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ സകല പരിശുദ്ധ പാത്രീസ് ബാവ നൽകുന്ന അധികാര അവകാശങ്ങളും നമുക്ക് ഇപ്പോൾ കാതോലിക്ക ബാവയ്ക്ക് കിട്ടുകയാണ്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സുന്ത്രോണിസോയെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. സുന്ത്രോണിസോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സ്ഥാനാരോഹണമെന്നാണ്. ഒരു മേൽപ്പട്ടക്കാരൻ സ്ഥാനം പ്രാപിച്ച ശേഷം തൻ്റെ ഭരണ സീമയോടും അധികാരമേൽക്കുന്ന ചടങ്ങിനാണ് സുന്ത്രോണീസ ശുശ്രൂഷ എന്ന് പറയുന്നത്. കാതോലിക്ക അല്ലെങ്കിൽ മഫ്രിയാന മലങ്കര സഭയുടെ ഭരണം ഏൽക്കുമ്പോൾ, എപ്പിസ്കോപ്പ ഭദ്രാസന ഭരണം ഏൽക്കുമ്പോഴും ഈ ചടങ്ങ് നടത്തുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രമീകരണമാണ്. മേൽപ്പട്ടക്കാരനെ സിംഹാസനത്തിൽ ഇരുത്തി ഉയർത്തിക്കൊണ്ട് യോഗ്യമായതല്ലെങ്കിൽ അർഹമായതെന്നർത്ഥമുള്ള ഓക്സിയോസ് എന്ന് 3 പ്രാവശ്യം ഏറ്റുചൊല്ലുന്നു. ഈ പിതാവ് ഈ സ്ഥാനത്ത് യോഗ്യനും അർഹനുമാകുന്നുവെന്ന് അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് വിവക്ഷിക്കുന്നു. തുടർന്ന് സഭയുടെ തലവൻ അദ്ദേഹത്തിന് നൽകിയ അധികാരപത്രം സ്ഥാപിക്കുവാൻ വായിക്കുന്നതോടുകൂടി ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി. അതുപോലെ തന്നെ ഈ മറ്റ് ചില കാര്യങ്ങളോട് കൈമാറുമല്ലോ, അതുപോലെ തന്നെ സ്ഥാനചിഹ്നങ്ങൾ, പിന്നെ സ്ഥാനചിഹ്നങ്ങളായ 3 മാല, അംശവടി, അങ്ങനെ അത് എനിക്ക് നേരത്തെ കാലം ചെയ്ത കാതോലിക്കകൾ കൈമാറിയിരുന്ന ഇതാണോ കൈമാറുന്നത്? അതായത് പൗരാണികവും പാരമ്പര്യവുമായിട്ടുള്ള ഒരു പാരമ്പര്യമാണല്ലോ. അടിസ്ഥാനപരമായി ഇതിനെല്ലാം അർത്ഥങ്ങളുണ്ടല്ലോ. ഓരോ മാലയ്ക്കും ഓരോ സ്ഥാനവടിക്കും ഓരോ അർത്ഥങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ ഫാദർ ജോസ്? അതെ, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൽമൂസോ സ്ഥാത്തിക്കോൻ നമ്മൾ കൈമാറുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. യോജിപ്പ്, ഉടമ്പടി എന്നെല്ലാം അർത്ഥമുള്ള സുറിയാനി വാക്കിൽ നിന്നാണ് ഈ സൽമൂസ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മേൽപ്പട്ടക്കാർ, മഫ്രിയാന തുടങ്ങിയ ഉന്നത വൈദിക സ്ഥാനികൾ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ തങ്ങളെ വാഴിക്കുന്ന മേൽസ്ഥാനിയോടുള്ള അനുസരണവും വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന സമ്മതപത്രത്തിനാണ് സൽമൂസ എന്ന് പറയുന്നത്. സൽമൂസയിലെ ഉടമ്പടികൾ ലംഘിക്കുന്നവർക്ക് സഭയ്ക്ക് അവിടുന്ന് അവർ വിമതരായിട്ട് ഗണിക്കപ്പെടും. സൽമൂസ സമർപ്പിച്ച് സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്നവർക്ക് സഭാ തലവൻ അവരുടെ ഭരണസീമയും അധികാരങ്ങൾ നിശ്ചയിച്ച് അധികാരപത്രം നൽകും. ഈ അധികാരപത്രത്തിനാണ് സ്ഥാത്തികോൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ 3 മാലയും അതുപോലെ തന്നെ അംശവടിയും
കൈമാറുന്ന ചടങ്ങും. ഇത് വളരെ പൗരാണികമായിട്ട് നിലനിന്ന് കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിട്ട് കൈമാറുന്ന അടയാളങ്ങൾ, അതിൻ്റെ അംശവടികളാണ് കൈമാറുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ഏത് കോണിലുള്ള രൂപപ്പെട്ടിട്ടുള്ള മതങ്ങളാണെങ്കിലും അതെല്ലാം നമ്മളുടെ കേരളത്തിൽ അല്ലേ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് പല വിശ്വാസങ്ങളാണ് ഉണ്ടായത്. യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യർക്ക് പ്രത്യക്ഷരായി അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. എൻ്റെ മടങ്ങി വരവ് വരെ, എൻ്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ ഞാൻ അനുഷ്ഠിച്ചിരുന്ന കുർബാന അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഖരിതരായിരിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നൽകിയിട്ടുള്ള അറിയിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്രോസ് ലീഹ എന്ന് പറയുന്ന ക്രിസ്തു ശിഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും തുല്യരാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിട്ടുള്ള പത്രോസ് ലീഹ എവിടെ എത്തിച്ചേരുന്നത്? പരിശുദ്ധ പാത്രിയാർക്കി സിംഹാസനം, ഫാദർ ജോസ് പരുത്തിവയിൽ പറയുന്ന പോലെ പാത്രിയാർക്ക സിംഹാസനം സ്ഥാപിക്കുന്ന, അതിനുശേഷം അതോടൊപ്പം തന്നെ റോമൻ കത്തോലിക്ക സഭയുടെ അടിസ്ഥാനവും പത്രോസിൻ്റെ സിംഹാസനം തന്നെയാണ്. പത്രോസ് ലീഹയാണ് ഏറ്റവും കൂടുതൽ സഭ സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാൾ എന്ന് പറയുന്നത് സെൻറ്റ് തോമസ് ആണ്, തോമസ് ലീഹായാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാജാതി ഭാഗത്ത് എത്തിച്ചേരുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തു. അത് പിന്നീട് കാലാന്തരത്തിൽ, ഇതിനെല്ലാം കാലത്തിൻ്റെതായ വിശ്വാസപരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, കാലാന്തരത്തിൽ പല രീതികളിലേക്ക് മാറുകയും പല വിശ്വാസ തലങ്ങളിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ വിശ്വാസ തലങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അതിന് ഉപവർഗങ്ങളെല്ലാം തന്നെ, വർഗങ്ങളും ഉപവർഗങ്ങളും ഉണ്ടായി. സഭകൾക്ക് പല രീതികളായി. അത് കത്തോലിക്ക വിശ്വാസ അടിസ്ഥാനമായി, ഓർത്തഡോക്സ് വിശ്വാസ അടിസ്ഥാനമായി. അതിൽ തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുണ്ട്, അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുണ്ട്, അത് സിറിയൻ ഓർത്തഡോക്സ് സഭയുണ്ട്, കത്തോലിക്ക ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ സിറിയൻ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു സഭാ വിഭാഗങ്ങളുണ്ട്. കേരളത്തിൽ അതിൻ്റെ പല വിഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കുറേ കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടുള്ള പിളർപ്പുകളെല്ലാം തന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ, വിശ്വാസപരമായ പിളർപ്പുകൾ, പ്രധാനപ്പെട്ടത് കൂനംകുരിശ് സത്യമാണ്. കേരളത്തിലെ സഭാചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിളർപ്പ് എന്ന് പറയുന്നത് കൂനംകുരിശ് സത്യമാണ്. പുത്തൻകൂറ്റുകാരും പഴയ കൂറ്റുകാരുമായി മാറുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിളർപ്പുകളിൽ ഒന്ന് ഒരുപക്ഷെ ഓർത്തഡോക്സ് മലങ്കര സഭയിൽ ഉണ്ടാവുന്ന പിളർപ്പാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും മലങ്കര യാക്കോബായ സുറിയാനി സഭയും രണ്ട് സഭകളായി മാറുകയും ചെയ്യുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് ആ ചടങ്ങുകൾ ഒന്ന് തത്സമയം കാണാം. തീർച്ചയായിട്ടും വിശ്വാസികൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ലെബനോനിൽ എത്താൻ കഴിയുന്നില്ലോ എങ്കിലും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഇത് കാണുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിക്കുന്നു എന്നുള്ള ബൈബിൾ വാക്യം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. കാലാകാലങ്ങളിൽ മലങ്കരയിലേക്ക് വന്നിട്ടുള്ള എല്ലാ മഫ്രിയോനമാരും കാതോലിക്ക പാവമാരും മലങ്കരയിൽ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ പിതാക്കന്മാരും തൻ്റെ ദൈവജനത്തിനു വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ളവരാണ്. കാരണം കലുഷിതമായിട്ടുള്ള സഭാതർക്കത്തിൻ്റെ പരിണിതമായി ഒത്തിരി പിതാക്കന്മാർക്ക് ഒത്തിരി സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. നിയുക്ത കാതോലിക്ക ബാവ സൂചിപ്പിക്കുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് തയ്യാറാണ്. പക്ഷേ രണ്ട് സഭകളും ഒന്നിച്ചു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ട് സഭയാണ്. അതുകൊണ്ട് രണ്ടും പരസ്പരം പിരിഞ്ഞ് സന്തോഷത്തോടെ പോകാനുള്ള സാഹചര്യത്തെയാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പലപ്പോഴും പറയാറുള്ളത്. സമാധാനപരമായിട്ട് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് സന്തോഷത്തോടെ പോകാമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് നിയുക്ത കാതോലിക്ക ബാവ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ നൽകുന്നത്. വിശ്വാസികൾ അത് ഒത്തിരി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയെ നയിച്ചിട്ടുള്ള എല്ലാ പിതാക്കന്മാരും വളരെ അനുഗ്രഹമായി നയിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി വരുന്ന ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും വളരെ ഭംഗിയായിട്ട് ഈ സഭയെ നയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ദൈവജനത്തിന്, ലോകത്തെമ്പാടുമുള്ള സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ദൈവജനത്തിനുള്ളത്. ഫാദർ ജോസ് പരുത്തിവയിൽ, താങ്കൾ അത് സൂചിപ്പിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് ചോദിക്കാൻ തോന്നിയത് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ എന്നത് ഈ സഭയെ സംബന്ധിച്ച്, ഈ സഭ ഉള്ളിടത്തോളം കാലം
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായി തന്നെ തുടരുമല്ലോ. കാരണം ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിൽ ഈ സഭയെ ആടിയുലയുന്ന സഭയെ പിടിച്ചു നിർത്തിയത് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ആഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടിയാണ് ഇപ്പോൾ ജോസഫ് ഗ്രിഗോറിയോസ് പുതിയ ബസേലിയോസ് ജോസഫായി കാതോലിക്ക ബാവയായി അധികാരമേൽക്കുന്നത്, വാഴിക്കപ്പെടുന്നത്. അദ്ദേഹം പക്ഷേ ഈ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഒരു വിടവ്, അത് സഭയെ സംബന്ധിച്ച് എത്രത്തോളം വലിയ ഒരു വിടവാണ്, അത് എങ്ങനെ നികത്തപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ അത് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് നിയുക്ത കാതോലിക്കയെ സംബന്ധിച്ച് സമ്മാനിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സങ്കടമുളവാക്കുന്ന ഒരു ചോദ്യമാണ്. പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ മലങ്കരയിലെ ഓരോ വിശ്വാസികളെയും പേരെടുത്ത് വിളിക്കാവുന്ന രീതിയിലുള്ള ഒത്തിരി ഗാഢമായ സ്നേഹബന്ധം പുലർത്തിയ ഒരു വലിയ പുണ്യപ്പെട്ട പിതാവായിരുന്നു ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തിരുമേനി. അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് സഭ ഒരിക്കലും സമാനതകളില്ലാത്ത സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ സഭ മുമ്പോട്ട് പോയത്. ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി രാവെന്നോ പകലെന്നോ കൂടാതെ അദ്ദേഹം അവിടുന്ന് മഴയത്തും വെയിലത്തും കിടന്ന് ഒത്തിരി കോടതികൾ കയറിയിറങ്ങി വളരെ അധികം പ്രയത്നിച്ച ഒരു പിതാവെന്ന നിലയിൽ ആ പിതാവിൻ്റെ വേർപാട് സഭയ്ക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ്. എങ്കിലും ശ്രേഷ്ഠ ബാവായുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പിന്തുടർച്ചക്കാരനായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഭയുടെ അമരത്തേക്ക് വരണമെന്നുള്ളത്. അതൊരു ദൈവനിയോഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തൻ്റെ മനസ്സിൽ എഴുതി വെച്ച കാര്യമാണ്. അദ്ദേഹം അത് വിൽപത്രത്തിലൂടെ അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിരുന്നു. അത് വിശ്വാസികൾ മുഴുവൻ അത് ഏറ്റെടുത്തു. അതങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് സഭയുടെ സമിതികളും സഭയുടെ എല്ലാ വേദികളിലും അത് ചർച്ച ചെയ്ത് ഇപ്പോൾ ഇതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള കാലം ചെയ്തിട്ടുള്ള പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ആഗ്രഹം തന്നെയുള്ള ഏറ്റവും നല്ല ഒരു ഇടയനെ ഇന്ന് കാതോലിക്ക ബാവയായി ലെബനോനിലെ സെൻറ് മേരീസ് കത്തീഡ്രലിൽ ഇപ്പോൾ പരിശുദ്ധ ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇപ്പോൾ അതിൻ്റെ വാഴ്ചയുടെ പ്രാർത്ഥന ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഒരിക്കൽ കൂടി കാലം ചെയ്തിട്ടുള്ള ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി അതിൻ്റെ ആ വിടവിൻ്റെ ആ സങ്കടത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ദുഃഖം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തിൽ ശ്രേഷ്ഠ ബാവായുടെ ആത്മാവ് സ്വർഗത്തിൽ സന്തോഷിക്കുന്നു എന്ന് വിശ്വാസികളായി ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഫാദർ ജോസ് പരുത്തുവയൽ, ഒരു കാര്യം കൂടി, ഇപ്പോൾ കുർബാന ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. എവൻഗേലിയോൻ വായിക്കുന്ന ചടങ്ങുകളാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാദർ ജോസ് പരുത്തുവയലിൽ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായിട്ടുള്ള പരിശുദ്ധ പരിമല തിരുമേനിയുടെ 4ാം തലമുറയിൽപ്പെട്ട, അതായത് ചാതുര്യത്തിൽ കുടുംബത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു പിതാവാണല്ലോ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്നത്. സഭാ തർക്കത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാം തന്നെ സഭാവിശ്വാസികൾ പല 2 വിഭാഗങ്ങളിലായിട്ടും ഓർത്തഡോക്സ് സഭയിലും മലങ്കര ഓർത്തഡോക്സ് സഭയിലും മലങ്കര യാക്കോബായ സഭയിലും എല്ലാം മാറിപ്പോയിട്ടുണ്ടല്ലോ. പക്ഷേ പരിമല തിരുമേനിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ, പരിമല പള്ളി ഇപ്പോൾ നിയമപരമായി ഓർത്തഡോക്സ് വിഭാഗത്തിന് കയ്യിലുള്ള ഒരു പള്ളിയാണ്. പക്ഷേ പരിമല തിരുമേനിയുടെ കുടുംബത്തിൽ നിന്നൊരാൾ യാക്കോബായ സഭയുടെ അധ്യക്ഷനായി മഫ്രിയാനുമായി വരുന്നു എന്ന് പറയുന്നത് അത് സഭയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? തീർച്ചയായിട്ടും മലങ്കരയിൽ സത്യവിശ്വാസം നിലനിർത്തുവാൻ അന്ത്യോക്യ സിംഹാസനം പൂർവിക കാലം തൊട്ടേ കാതോലിക്കന്മാരെയും പിതാക്കന്മാരെയും വാഴിച്ച് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങുകളിൽ പറയുന്നത് പോലെ തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മേൽപ്പെട്ട സ്ഥാനം കിട്ടിയിട്ടുള്ള വളരെ പരിശുദ്ധനായിരുന്നു പരിമല തിരുമേനി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിമല തിരുമേനിയുടെ കബറിടം ഇപ്പോൾ മറുവിഭാഗത്തിൻ്റെ കയ്യിലാണെങ്കിലും പരിശുദ്ധനായ പരിമല തിരുമേനി എക്കാലവും എന്നും അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വവും പ്രഖ്യാപിച്ച് എപ്പോഴും ആ വിശ്വാസികളിൽ നിലനിന്ന ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ
ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരണം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി പട്ടമേറ്റ് സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നല്ല ഒരു ഇടയനായി നിന്ന അദ്ദേഹത്തിന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കബറിടം മറുവിഭാഗം കൈവശത്താക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനെ യഥാർത്ഥ സിംഹാസനത്തിൻ്റെ മലങ്കരിയിലെ മഫ്രിയനായി വാഴിക്കാൻ സാധിച്ചതിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മാവും സന്തോഷിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വവും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മേൽപ്പട്ടക്കാരൻ്റെ പിൻഗാമി എന്ന നിലയിൽ ഇന്നത്തെ ദിവസം പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പിന്തുടർച്ചക്കാരൻ തന്നെ ഈ സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് സത്യവിശ്വാസികളായ സുറിയാനി സഭയുടെ മക്കൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ, ഇരട്ടി സന്തോഷം നൽകുന്ന സംഭവമാണ് ഇപ്പോൾ ലെബനോനിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഇപ്പോൾ നടക്കുന്നത്. ഫാദർ ജോസ് പരുത്തിവയിൽ, സഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. കേരളത്തിന്റെ സാംസ്കാരിക സമൂഹത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അല്ലേ ആസിഫ്? കാരണം ഒരു പുതിയ മേൽപ്പട്ടക്കാരൻ എത്തുകയാണ്, നവാഭിഷിക്തനായി ഒരു മേൽപ്പട്ടക്കാരൻ എത്തുകയാണ്, കേരളത്തിലേക്ക് എത്തുകയാണ്. അടിസ്ഥാനപരമായി സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുക, മതവിഭാഗങ്ങൾക്കിടയിൽ സഭകൾക്കിടയിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സഭയിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളത് ജോസഫ് മാർ ഗ്രിഗോറിയോസിൻ്റെ ആരോഹണത്തിന് ശേഷം അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, രണ്ട് സഭകളായി നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇത് മറ്റൊരു ലയനത്തിലേക്ക് പോയി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിനേക്കാൾ പരസ്പര വിശ്വാസ ബഹുമാനത്തോടുകൂടി രണ്ട് സഹോദരി സഭകളായി ഒരേ വൃക്ഷത്തിലെ രണ്ട് വേരുകളായി നിൽക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ കൂടി തന്നെയാണ്. പ്രത്യാശയുടെ ഒലിവില തീട്ടാനും സഹവർത്തിത്വത്തിനായി കൈകൊടുക്കാനും തയ്യാറാണ്, പക്ഷേ ഞങ്ങൾ സഹോദര സഹകളായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം തോന്നുന്നു. കാരണം ഇതുപോലെ സൗമ്യ സ്വഭാവനയാൾ നമുക്കറിയാം. കോതമംഗലത്തെ പള്ളിയിലേക്ക് ആ വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോൾ പോലും അദ്ദേഹം ആ ഒരു ഘട്ടത്തിലേക്ക് ഇതിനെ പരിഹരിക്കാൻ ശ്രമിച്ചതും അവിടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാതെ, കാരണം വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഒരു വൈകാരികമായ നിമിഷമാണല്ലോ, നമുക്കറിയാം. അവർ വൈകാരികമായി ഇടപെടും, പക്ഷെ അത് വലിയ സംഘർഷത്തിലേക്ക് പോകാതെ പോലും അദ്ദേഹം ഇടപെട്ടും മറ്റും അദ്ദേഹം. ഓക്കെ, ഇപ്പോൾ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയാണ് സംസാരിക്കുന്നത്. തത്സമയം